ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇത് അമ്മയുടെ ബർത്ത്ഡേയുടെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അതായത് ഇന്നലെ ആയിരുന്നു ബർത്ത്ഡേ. അപ്പോൾ എനിക്ക് ഇന്നാണ് വീഡിയോ ഇടാൻ പറ്റിയത്. അപ്പോൾ അതെ, അമ്മ രാവിലെ അമ്മയുടെ പൂജയും കാര്യങ്ങളൊക്കെ, ഞങ്ങളുടെ വീട്ടിൽ നിത്യപൂജയുള്ള വീടാണ്. അപ്പോൾ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ബാക്കി നിർത്തിയ പൂവ് കുറച്ചുള്ളത് പൊട്ടിച്ചെടുത്തിട്ടോ ഞങ്ങളിന്ന് അമ്പലത്തിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ പാറമെത്രിക്കോവ് ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. പാറമെത്രിക്കോവ് ക്ഷേത്രത്തെക്കുറിച്ച് ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അമ്മയ്ക്ക് ഞങ്ങൾ എടുത്തു കൊടുത്ത സാരി ഇതാണ് കേട്ടോ. അപ്പം അമ്മ നല്ല കോടിയൊക്കെ ഇട്ട് ഞങ്ങളിത് പറമ്പത്രിക്കോലിലേക്ക് പോവാണ്. ശ്രീകൃഷ്ണൻ്റെ അമ്പലമാണ്. അവിടെ പെട്ടെന്ന് നട അടയ്ക്കും എന്നുള്ളതുകൊണ്ട് നേരെ ഞങ്ങൾ അങ്ങോട്ടാണ് കേട്ടോ പോയത്. അല്ലെങ്കിൽ ഞങ്ങൾ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് അങ്ങോട്ട് പോവുള്ളായിരുന്നു. അപ്പോൾ അതെ, നേരെ ഇനി അവിടെ ചെന്നിട്ടുള്ള അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ വില്യമംഗലത്തിൻ്റെ ഒപ്പം നമ്മുടെ കൊച്ചു ഗുരുവായൂരപ്പൻ ഇവിടേക്ക് പോന്നു. പിന്നെ ഇവിടെ ഇരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ പ്രസിദ്ധമായിട്ടുള്ളൊരു ക്ഷേത്രം കൂടിയാണ്. ഗുരുവായൂർ പോകാൻ പറ്റാത്തവരൊക്കെ ഇവിടെ വരാറുണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വരുന്ന സമയത്തൊക്കെ ഒന്നും അമ്പലത്തിന് മണ്ഡപമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല, ചെറിയൊരു അമ്പലമായിരുന്നു. ഇപ്പോൾ പുറകുവശത്ത് ഒരു ശിവൻ്റെ ഒരു പ്രതിഷ്ഠ കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നാലും മെയിൻ വില്യമംഗലം ഭഗവാൻ ശ്രീകൃഷ്ണനും മാത്രമാണ്. കുഞ്ഞു രൂപമാണ് കേട്ടോ ഭഗവാന്റെ. കുഞ്ഞു കുസൃതികളോട് കൂടിയിട്ടുള്ള രൂപമാണ് ഇവിടെ ഉള്ളത്. പിന്നെ നാഗങ്ങളും ഉണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ പ്രതിഷ്ഠ. വലിയ പ്രതിഷ്ഠകൾ കുറേ ഇതുള്ള അമ്പലങ്ങൾ ഒന്നുമല്ല, പക്ഷെ നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു അമ്പലം കൂടിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വിശേഷ ദിവസങ്ങളിലൊക്കെ ഇവിടേക്കാണ് വരാറ്. പിന്നെ പോകാറുള്ളത് കൊടുങ്ങല്ലൂർക്ക്, പിന്നെ ഞങ്ങളുടെ കുടുംബക്ഷേത്രം, അങ്ങനെയൊക്കെ ആയിട്ടാണ് പോവാറ്. പിന്നെ തിരുവഞ്ചിക്കുളത്തും പോവാറുണ്ട്. അപ്പോൾ അത് ഇന്നിപ്പോൾ എന്തായാലും ഇങ്ങോട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ കുറേ നേരം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നേരെ തിരിച്ച് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലേക്ക് പോയിട്ടോ. കുടുംബക്ഷേത്രത്തിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ എല്ലാ വീഡിയോസിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ അമ്പലമാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും ഞാനൊരു വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഉത്സവത്തിൻ്റെ സമയത്തുള്ള വീഡിയോസൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അമ്പലത്തിൽ നിന്ന് വന്നു കേട്ടോ. വന്നു കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിരുന്നപ്പോഴത്തേക്കും എനിക്ക് നല്ല എട്ടിൻ്റെ പണി കിട്ടി. അതായത് ഞങ്ങളുടെ ഈ തറവാട്ടിൽ പറയല്ലോ പൂജയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് ഈ പീരിയഡ്സ് ടൈം ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ ആ ഒരു ടൈം വന്നെത്തിയതുകൊണ്ട് എനിക്ക് അടുക്കളയിലോട്ടൊന്നും പ്രവേശനമില്ലല്ലോ. അപ്പോൾ ഇത് മഹേഷേട്ടനാണ് പായസമൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി പരിപ്പായസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്.